നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ മുൻകാലത്ത് എന്തെങ്കിലും കുറ്റം ചെയ്തതായോ ശിക്ഷിക്കപ്പെട്ടതായോ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇന്ന് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കാൻ അനുവാദമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടസ്സമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പാർട്ടിയുടെ ദേശീയ കൺവീനറെ അറസ്റ്റ് ചെയ്തതിനെ പരോക്ഷമായി വിമർശിക്കുകയാണ് ഇടക്കാല ജാമ്യം നൽകുന്നതിലൂടെ സുപ്രീം കോടതി. കെജ്രിവാൾ ഇറങ്ങുന്നത് മോദിക്ക് തിരിച്ചടിയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, ആം ആദ്മി പാർട്ടി വക്താവ് പ്രൊഫസർ സാജു കണ്ണന്തറ, BJP വക്താവ് പി കൃഷ്ണദാസ്, മാധ്യമ പ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം പ്രൊഫസർ സാജു കണ്ണന്തറ. ശ്രീ സാജു കണ്ണന്തറ, ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. ഏകാധിപത്യത്തിനെതിരെ പോരാടും എന്നാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ജാമ്യം ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും എത്രമാത്രം കരുത്തു നൽകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? കേജ്രിവാളിന് ലഭിച്ചിരിക്കുന്ന ഈ ജാമ്യം എന്ന് പറയുന്നത് അത് ആം ആദ്മി പാർട്ടിയേക്കാളൊക്കെ ഉപരിയായിട്ട്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് ജനങ്ങളുടെ വിജയമാണ്. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇന്നൊരു വലിയൊരു പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അതിൻ്റെ ഏകദേശം ഒരു മധ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിജി അരവിന്ദ് കെജ്രിവാളിനെ PMLA ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനായിട്ട് മുൻകൈയെടുത്തത്. അതിനുവേണ്ടി ED ഉപയോഗിച്ചു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യം അത് വലിയൊരു ഭീഷണിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഇന്ത്യയിലെ ഏകാധിപത്യ സംവിധാനം തകർത്തെറിയുവാനായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ശക്തമായിട്ട് ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഏകാധിപത്യ പ്രവണതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയുക എന്ന ആ ഒരു ലക്ഷ്യത്തോടെ. അത് അടുത്ത കാലത്തൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഈ ഒരു സാഹചര്യത്തിൽ അതിശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് തന്നിൽ തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് തൻ്റെ കഴിഞ്ഞ 10 വർഷത്തെയുള്ള ഭരണ മികവ് എടുത്തു പറയാതെ പ്രതിപക്ഷത്തെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നരേന്ദ്രമോദിജി കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം എത്രയോ ദയനീയമായ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോലും ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനം ലഭിക്കില്ല. എത്രയോ ദയനീയമായ അവസ്ഥയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമുണ്ട്. അദാനിയും അംബാനിയും ഒക്കെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അദ്ദേഹം തന്നെ പല അവസരങ്ങളിൽ പറയുകയുണ്ടായി. കാരണം അദാനിക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അവരെ തന്നെ എന്തെങ്കിലും കേസിൽപ്പെടുത്തി അല്ലെങ്കിൽ കോടതിയിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ ഇലക്ഷൻ ഇത്രയും അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അദാനിയും അംബാനിയും ഒക്കെ ലോറിക്കണക്കിന് തുകകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. PMLA ആക്ട് പ്രകാരം എന്തുകൊണ്ട് അദാനിയെയും അംബാനിയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കാനായിട്ട് EDക്ക് വേണ്ട ഉപദേശം നൽകാനായിട്ട് നരേന്ദ്രമോദിജി തയ്യാറാകുന്നില്ല? കാരണം ജനങ്ങൾ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷങ്ങളെ ആക്രമിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തെക്കാളൊക്കെ ഉപരിയായിട്ട് തൻ്റെ ഭരണ മികവ് എടുത്തു കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാം എന്ന ഒരു പ്രതീക്ഷയുമായിട്ട് BJPയും നരേന്ദ്രമോദിജിയും ഒക്കെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കിവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
BJPയുടെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ BJP ഈ ഇലക്ഷനിൽ തകർന്നടിയും എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും കാരണമായിട്ട് വരുന്നത് മറ്റൊന്നുമല്ല. കാരണം BJP ഇന്ന് ഉയർത്തിവിടുന്ന ആ ഒരു മുദ്രാവാക്യമുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തെങ്കിലും ഗ്യാരണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിജിയും BJPയും അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കി. അത് തന്നെയാണ് BJPക്കും നരേന്ദ്രമോദിജിക്കും ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് അധികാരത്തിലേറുന്ന സമയത്ത് പറഞ്ഞ വലിയൊരു വാഗ്ദാനമുണ്ട്. അനിൽ ബോസ് വിദേശത്തു നിന്ന്, അതായത് അത്തരം കാര്യങ്ങളിലേക്ക് വരാം. അനിൽ ബോസ് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ഒരു എന്താണ് ഗുഡ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇന്ന് UPയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. അദ്ദേഹം കൂടുതൽ ആത്മവിശ്വാസത്തിൽ, ഒരു പക്ഷേ 2019 ക്യാമ്പയിനിൽ പോലും പ്രദർശിപ്പിക്കാത്ത ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. UPയിൽ മാത്രം 50-ൽ കുറയാത്ത സീറ്റുകൾ നേടുമെന്നൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ക്യാമ്പയിനിൽ. അത്രയും ആത്മവിശ്വാസം, UPയിൽ 50 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നൊക്കെ ആത്മവിശ്വാസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത്? ആദ്യം തന്നെ എന്നോടാണോ? അല്ല, അനിൽ ബോസിനോട്. ഇടക്കാല ജാമ്യം ഇന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കും. മാത്രമല്ല, ഒരു ജാമ്യാപേക്ഷ നൽകാത്ത ആളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരാൾക്ക് കോടതി തന്നെ ഒരു പുതിയ കീഴ്വഴക്കം എന്നതുപോലെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു ഇടപെടൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ കീഴ്വഴക്കമാണ്. എല്ലാ കാലത്തും എല്ലാവരെയും അടക്കി വാഴാം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സമീപനമാണെങ്കിൽ അതല്ല. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും അതിനപ്പുറമുള്ള ഒരുപാട് തലങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി നടപടിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു ജനാധിപത്യ വേദിക്ക് നൽകുന്ന ഏറ്റവും ഊർജം പകരുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇന്ത്യൻ പൊതുസമൂഹത്തിന് നൽകുന്ന നടപടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും സന്തോഷമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ജൂൺ 4 കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഉണ്ടാവില്ല. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇന്ത്യ സഖ്യം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞങ്ങൾ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴോ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴോ നിങ്ങളുടേതടക്കമുള്ള ചർച്ചകളിൽ പങ്കെടുത്ത സന്ദർഭങ്ങളിൽ ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോഴും ഡൽഹിയിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ, ബീഹാറിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ ഒക്കെ ഞങ്ങൾ സീറ്റ് പിടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഞങ്ങളൊന്നും തന്നെ ചർച്ചയിൽ UP ഒരു പ്രധാന വിഷയമായി ഞങ്ങൾ എടുത്തില്ല. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്നൊരു സ്റ്റേറ്റിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോയി. എന്തുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്യാഞ്ഞത്? നിലവിൽ ഇപ്പോഴുള്ള MP-മാരിൽ 64 പേര് NDA സഖ്യകക്ഷികൾക്കുൾപ്പെടെ 64 പേര് അവരുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്കുണ്ടാകാൻ കഴിയുന്ന മേൽക്കൈ, അങ്ങനെയെങ്കിൽ ആ സ്റ്റേറ്റിലെ കണക്ക് കൂട്ടാതെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ഞങ്ങൾ ഓരോ സ്റ്റേറ്റിലെയും തെരഞ്ഞെടുപ്പ് ഒബ്സർവ് ചെയ്തുകൊണ്ട്, അത് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെയുള്ള ഓരോ സ്ഥലത്തെയും കടുകിട വ്യതിയാനമില്ലാതെ, വ്യത്യാസമില്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്ത് കണക്ക് കൂട്ടി ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്ന സാഹചര്യമാണ്. ഇന്നത് മാറി. ഒരു പടി കൂടി കടന്ന് രാഹുൽ ഗാന്ധി ഈ നിലയിലേക്ക് UPയിൽ ആർജിക്കാൻ പോകുന്ന സീറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ കഴിയും ഇന്ത്യ സഖ്യത്തിൻ്റെ യൂണിറ്റിയാണ്. ഇവിടെ വല്യേട്ടൻ കൊച്ചേട്ടൻ തർക്കമില്ല. ആര് പ്രധാനമന്ത്രിയാകുന്നു എന്ന തർക്കമിടില്ല. ഇവിടെ ഒറ്റ സ്ലോഗനേ ഉള്ളൂ, ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ശക്തികളായിട്ടുള്ള BJP സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. ആ കാര്യത്തിൽ ആര് എന്നുള്ളതല്ല പ്രശ്നം.
അവരെ പുറത്താക്കി ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്നുണ്ടായ ആ പ്രസംഗത്തിലെ ആവേശം നിറഞ്ഞ വാക്കുകൾ. അത് ഈ രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞാണെന്നേ. ഞാൻ ചോദിക്കട്ടെ, അജിംസിന് അറിയാലോ, ഈ എത്രയോ കാലമായി നമ്മൾ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാ. ഈ 3 ദിവസമായി നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വിജയത്തിലേക്ക് ഇന്ത്യ സഖ്യം, വിജയിക്കുമോ ഇന്ത്യ സഖ്യം, വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നോ ഇന്ത്യ സഖ്യം? ചർച്ച അതാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും 50 സീറ്റിന് താഴെ തളയ്ക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി 400 സീറ്റിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. മാത്രമല്ല, യു പിയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാമക്ഷേത്രം കൊണ്ടും പ്രയോജനമുണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കനത്ത തീവ്രമായ വർഗീയതയുമായി പ്രധാനമന്ത്രി നേരിട്ട് വന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതിൽ മിസ്റ്റേക്കാണോ അതോ ഞാൻ കേട്ടതിൽ മിസ്റ്റേക്കാണോ എന്നറിയത്തില്ല. ക്രിക്കറ്റ് ടീമിൽ മതം നോക്കി ആളുകളെ തീരുമാനിക്കും എന്ന് പറയുന്ന സാഹചര്യം. അതുപോലെ തന്നെ എന്തിനും ഏതിനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ അപഹസിക്കുന്ന രീതി. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അജിംസെ. 543 അംഗ പാർലമെന്റിൽ ഒരു പാർലമെന്റ് അംഗം മാത്രമാണ് രാഹുൽ ഗാന്ധി, അല്ലേ? അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അല്ല, അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവല്ല, അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയോ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയോ അല്ല, പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടില്ല. എന്താണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് സഖ്യകക്ഷികൾ കൂടി ചേരുമ്പോൾ വലിയ അംഗബലമുള്ള ഒരു പാർട്ടി, ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടുകൂടി ധാർഷ്ട്യ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നയവും സമീപനവും തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും. ആ രാഹുൽ ഗാന്ധിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അയോഗ്യനാക്കുക, കേസെടുക്കുക, കേസുകളിൽ കുരുക്കുക, അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഏജന്റായി ചിത്രീകരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന തരംതാണ 4-ാം കിട തറവേലയിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ്? എതിരാളി ആരാണെന്ന് BJPക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷ ആരാണ്, അത് രാഹുൽ ഗാന്ധിയാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അജിംസിന്റെ കയ്യിലും ഇല്ല. എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. രാജ്യത്തിന്റെ പൾസ് എന്താണ് എന്ന് കൃത്യമായി അറിയാൻ കഴിയും. ആ അറിയാൻ കഴിയുന്നത് കൊണ്ട് അവർ തിരിച്ചറിഞ്ഞ ഭയപ്പാടിൽ നിന്നാണ് ഈ വിഭ്രാന്തിയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ. ഒരു സംശയവും വേണ്ട, രാഹുൽ ഗാന്ധിക്കുള്ള ആത്മവിശ്വാസം ഇന്ത്യയിലെ ജനങ്ങളാണ്, ശരിയുടെ രാഷ്ട്രീയമാണ്. ഇവിടെ BJP ഭയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട്, ഇന്ത്യ സഖ്യത്തിന് കരുത്ത് പകർന്നുകൊണ്ട് പിന്നെ അരവിന്ദ് കെജ്രിവാൾ കൂടി രംഗത്ത് വരുമ്പോൾ പോരാട്ടത്തിന്റെ ഗതി വീണ്ടും മാറുകയാണ്. നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. പഞ്ചാബ്, അതുപോലെ ഡൽഹി, ഹരിയാന അടക്കമുള്ള പ്രദേശങ്ങളിൽ ആം ആദ്മി മത്സരിക്കുന്ന സീറ്റുകളിൽ അവർക്ക്, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർക്ക്, ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്കും കൂടുതൽ ഊർജം പകരുന്ന വരവ് തന്നെയാണ് കേജ്രിവാളിൻ്റെത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കേജ്രിവാളിൻ്റെയും ഇന്ത്യ സഖ്യത്തിൽ തേജസ്വി യാദവ് അടക്കമുള്ള, ഉദ്ധവ് താക്കറെ അടക്കമുള്ള, ശരത് പവാർ അടക്കമുള്ള ആളുകളുടെ കൂട്ടായ്മ, ഒമർ അബ്ദുള്ളയുടെയും മെഹബൂബ മുഫ്തിയുടെയും കൂട്ടായ്മ, സ്റ്റാലിന്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ കരുത്തെന്ന് പറയുന്നത് എന്താണെന്ന് വേറെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രിക്കും പാർട്ടിക്കും ബോധ്യമായിട്ടുണ്ട്. അത് ജൂൺ 4-ാം തീയതി ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടും എന്നതിന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. നരേന്ദ്രമോദി ജൂൺ 4 കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാവില്ല. BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല. BJPയുടെ സഖ്യകക്ഷികൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഇന്ത്യ സഖ്യം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കും. ശരി, അത് ജനങ്ങളുടെ വികാരമാണ്, ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞങ്ങൾ അത് അസസ് ചെയ്യുന്നത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത്രയും ആത്മവിശ്വാസത്തോടെ യുപിയിലെ കാൺപൂരിൽ പോയി ജൂൺ 4-ാം തീയതി പ്രധാനമന്ത്രിയാവില്ല, ഗയ ഔട്ട് എന്ന് പറയുകയാണ് പരിഹാസത്തോടെ രാഹുൽ ഗാന്ധി. 50 സീറ്റിൽ കുറയാതെ ഞങ്ങൾ ഇന്ത്യ മുന്നണി യുപിയിൽ വോട്ട് പിടിക്കുമെന്നും ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇത്രയും ആത്മവിശ്വാസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്? അല്ല, അത് എന്താണെന്നറിയോ, ഈ പ്രധാനമന്ത്രി എപ്പോഴാണോ അംബാനിയെയും അദാനിയെയും കോൺഗ്രസ്സുകാരാക്കി മാറ്റിയത്, അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി അദ്ദേഹം ഇത്ര നാൾ പറഞ്ഞത് വെറുതെ ആയില്ല, പാഴായില്ല എന്ന്. അപ്പോൾ അത് പറഞ്ഞതും അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി അതിനൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കാണാത്ത അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഈ ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞിരുന്നതിന്
ഒരു ട്രാക്ഷൻ കിട്ടുന്നില്ല. ദില്ലിയിലെ ഗോദി മീഡിയ ആണെങ്കിൽ ഇദ്ദേഹം പറയുന്നതിനെല്ലാം വക്രീകരിക്കും, BJPയുടെ വക്താക്കൾ വക്രീകരിക്കും. ഇദ്ദേഹം പറയുന്നത് ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് ക്ലിക്കാകാത്ത ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹം പറയും. അപ്പോൾ അതെല്ലാം കൂട്ടിവെച്ച് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് മൊത്തത്തിൽ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു കുറേ കാലമായിട്ട് എല്ലാവരും കൂടി ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹവും രാഹുൽ ഗാന്ധിയും പലപ്പോഴും അതിൽ വീണു പോവുകയും ഈ സ്തുതിപാഠകരുടെ ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് അദ്ദേഹവും അതിന് കാര്യമായിട്ടുള്ള മാറ്റം വരുത്താതെയും അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ അംബാനിയെയും അദാനിയെയും പറ്റി അവർ ടെമ്പോയിൽ ഇവർക്ക് പൈസ കൊടുത്ത് കോൺഗ്രസിന് പൈസ കൊടുത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറച്ചിൽ നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇത് വിജയിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ക്ലിക്കാവുന്നുണ്ട്. അത് മാത്രമല്ല ഈ 3 ഫേസുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 3 ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 283 സീറ്റുകൾ, അതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ, കുറേ സീറ്റുകൾ BJPയുടെ കയ്യിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 3ാം ഘട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ 94-ൽ 83 സീറ്റും അവർ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണ്. ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് കുറയുന്നു. BJPയുടെ വോട്ടർമാർക്ക് 2014-ലെയും 2019-ലെയും ആത്മവിശ്വാസമോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള പ്രചോദനമോ ഇല്ല. നരേന്ദ്രമോദിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം ദിവസവും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഇത്രയും ഈ ഹാലിളകിയതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടത് 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അജിംസിന് ഓർമ്മയുണ്ടാവും. അന്നൊരു സീ പ്ലെയിനിൽ അദ്ദേഹം വന്നിറങ്ങുകയും അന്ന് അവിടെ ഈ മറ്റേ പട്ടിദാർ സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ ഹാർദിക് പട്ടേലും ജിഗ്നേഷ് മേവാനിയും മറ്റേ ഒരു ഠാക്കൂർ നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവരുടെയൊക്കെ കൂടെ അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയും. അതെ, അൽപേഷ് ഠാക്കൂർ. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന ആ ഘട്ടത്തിൽ, അവസാനത്തെ ആഴ്ച അദ്ദേഹം അവിടെ ഒരു സീ പ്ലെയിനിൽ വന്നിറങ്ങിയിട്ട് പറയുകയാണ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയും മണിശങ്കർ അയ്യരും എല്ലാവരും കൂടി പാകിസ്ഥാനുമായിട്ട് ഗൂഢാലോചന നടത്തുകയാണ് ഗുജറാത്തിൽ ഒരു കോൺഗ്രസ് സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയെന്ന്. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് പാകിസ്ഥാനിലെ ഒരു മുൻ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുടെ അത് വക്രീകരിച്ച് ഇങ്ങനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ഗുജറാത്തിലെ ആൾക്കാർക്ക് വേണ്ടി. ഗുജറാത്തിലെ ആൾക്കാർ ഇത് കേട്ടിട്ടാണോ എന്തോ മൊത്തത്തിൽ അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ പരമാവധി വർഗീയവൽക്കരിച്ച് അദ്ദേഹം ഈ ഓർക്കുന്നുണ്ടാവും, അന്നും ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് ഇദ്ദേഹം വോട്ട് ചെയ്തിട്ട് ഈ താമര ചിഹ്നം കയ്യിലിങ്ങനെ പിടിച്ച് റോഡ് ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോഴും ഇലക്ഷൻ കമ്മീഷനൊന്നും ഇദ്ദേഹത്തെ ചെയ്യാതെ വെറുതെ വിടുകയാണ്. അവസാനം ആ സീറ്റ് അവിടെ ഗുജറാത്ത് അവസാനം BJP ജയിക്കുന്നു. അവിടെ തോൽക്കുമെന്ന് കരുതിയ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിൽ 2019 മോദിക്ക് തോൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ 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 അത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാക്കുകളിൽ അതെ അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാക്കുകളിലുള്ള ആത്മവിശ്വാസം നരേന്ദ്രമോദിയെ കോൺഗ്രസിന്റെ അജണ്ടയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ അജണ്ടയിൽ വീണു പോകുന്ന ആദ്യഘട്ടം മുതലേ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന ആയുധം. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വായിക്കാത്ത ആൾക്കാരെ കൊണ്ട് തന്നെ ആ മാനിഫെസ്റ്റോ വായിപ്പിക്കുന്ന ദില്ലിയിലെ ഗോദി മീഡിയക്കാർ മുഴുവൻ ഇപ്പോൾ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തായാലും BJPക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ 3 ഘട്ടങ്ങളിൽ അവർ വിചാരിച്ച സീറ്റുകളോ വോട്ടുകളോ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് വിടാം. പക്ഷേ ഇത് UP ആണ് ആനന്ദ്. UPയിൽ ഒരിക്കലും ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടില്ല. അത് സമാജ്വാദി പാർട്ടി പോലും അത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവിടെയാണ് രാഹുൽ ഈ പ്രഖ്യാപനം നടന്നത്. അല്ല, അത് രാഹുൽ അവിടെ ഒരു പ്രതീതി സൃഷ്ടിക്കാനാണെന്നാണ് ഞാൻ കരുതുന്നത്. UPയിൽ 50 സീറ്റൊന്നും എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അത് വ്യാമോഹമാണ്. പക്ഷേ അങ്ങനെ പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇന്നലെ അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് ചുവട് പിടിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ അംബാനിയെയും അദാനിയും ഒക്കെ പോയി പിടിക്കൂ എന്ന് പറഞ്ഞു, അവർക്കെതിരെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ
ക്ക് മുകളിൽ മറ്റാരെങ്കിലും കയറുമോ എന്നുള്ള ഭീതിയിൽ കോൺഗ്രസിൻ്റെ രണ്ടാം നിര നേതാക്കളെയെല്ലാം ഒന്നെങ്കിൽ പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ പുകച്ചു പുറത്തിയടിക്കുക, അവർക്ക് ഒരു ദേശീയ പ്രൊഫൈൽ ഉണ്ടാക്കാതിരിക്കുക, സ്റ്റാർ ആക്കാതിരിക്കുക എന്ന് തുടങ്ങിയുള്ള കുറേ കലാപരിപാടികൾ കോൺഗ്രസിൽ അരങ്ങേറിയിരുന്നു കുറേ കാലമായിട്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവെന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന് കഴിയുന്ന പ്രവർത്തനം അദ്ദേഹത്തിനും നടത്താൻ പറ്റും. ഇതെല്ലാം എതിർ വരുന്നത് BJPക്കാണ്. ഇപ്പോൾ എത്ര ശബ്ദങ്ങളുണ്ടോ, എത്ര പ്രതിപക്ഷ ശബ്ദങ്ങളുണ്ടോ അത്രയും നല്ലതാണല്ലോ. ഒരു നേതാവിൻ്റെ ശൈലി കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരു നേതാവ് അദ്ദേഹത്തെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശൈലിയിൽ നരേന്ദ്രമോദി ആക്രമിക്കാൻ, പ്രത്യേകിച്ചും ഈ കേജ്രിവാൾ വളരെ സിമ്പിളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന, രാഹുൽ ഗാന്ധി പലപ്പോഴും ഗെയിം തിയറി എന്നൊക്കെ പറഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കേജ്രിവാൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അദ്ദേഹം വളരെ സാധാരണ ഗ്രാമങ്ങളിലെ മനുഷ്യർക്കും വളരെ ബൈനറി, ഇപ്പോൾ ഈ ചെറിയ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന യെസ് ഓർ നോ പോലെയുള്ള ബൈനറികളിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവാണ് കേജ്രിവാൾ. അപ്പോൾ അദ്ദേഹം പുറത്തു വരുന്നതും ഒരു ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. പഞ്ചാബിൽ അത് കോൺഗ്രസിന് ചിലപ്പോൾ 2 സീറ്റ് കുറയുമായിരിക്കും കേജ്രിവാൾ പുറത്തു വരുന്നത് കൊണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനും അത് സീറ്റുകൾ കൂട്ടുകയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ പി കൃഷ്ണദാസ്, ഇന്ന് കോടതി ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട്, ജാമ്യാപേക്ഷയിലല്ല, അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഒരു ഹർജിയിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത്. ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ കോടതി പറയുന്നൊരു കാര്യം, 2022 ആഗസ്റ്റിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ഈ കേസിൻ്റെ അന്വേഷണം നിലച്ചതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ ആക്ട് ചെയ്യരുത്, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹത്തിന് അനുമതി നൽകുന്നു. ഇത് കൃത്യമായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഒരു പാർട്ടിയുടെ ദേശീയ കൺവീനറെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്തത് പ്രശ്നമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ശരിക്കും BJP ചോദിച്ചു വാങ്ങിയ തിരിച്ചടിയല്ലേ? നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഈ തരത്തിൽ വിശകലനം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ വിശകലനം ചെയ്യാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. അതിലൊന്നും യാതൊരു തെറ്റും കാണേണ്ടതില്ല. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 നടക്കുന്ന അന്വേഷണമാണെങ്കിലും തുടർന്ന് നടക്കുന്ന അന്വേഷണമാണെങ്കിലും അതിന്റെ ഭാഗമായി ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ജയിലിലായല്ലോ. എത്രയോ നാളുകളായി അദ്ദേഹം ജയിലിലായിട്ട്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടു, അറസ്റ്റിലായി. എല്ലാ നേതാക്കന്മാരിലേക്കും പോയി കഴിഞ്ഞാൽ അവരുടെ പേരുകൾ തന്നെ പറഞ്ഞു തരാൻ കഴിയില്ല. അത്രയധികം നടപടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു. പിന്നെ ഇതെല്ലാം ചെയ്തു എന്ന് ED പറയുന്നത് ആരാണ്? ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ വച്ചു പുലർത്തുന്ന, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ മക്കളടക്കമുള്ള ആളുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ കേസാണ്. അതിലെ തെളിവുകൾ കണ്ടെത്തുക, അതിലെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുക, അതിന്റെ നൂലാമാലകൾ കെട്ടഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് അവരതിന്റെ നടപടികളുമായി മുന്നോട്ട് കൃഷ്ണദാസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ് പറഞ്ഞത്. ഈ ഉത്തരവിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ പ്രസന്റ് കേസ് ഹാസ് റിമൈൻഡ് പെൻഡിംഗ് സിൻസ് ഓഗസ്റ്റ് 2022. 2022 മുതൽ പെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു അന്വേഷണമാണ്. പിന്നീട് അന്വേഷണം നടന്നിട്ടേ ഇല്ല. അന്വേഷിച്ച ഒരു പുതിയ തെളിവ് കണ്ടെത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അന്വേഷണം നിലച്ചൊരു കേസിൽ അന്നുണ്ടായിരുന്ന എന്തോ തെളിവ് വെച്ച് ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ ആ ടൈമിംഗ് ആണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങ് വായിച്ച വാചകത്തിന് അങ്ങനെ അതൊരു നിർത്തിവെച്ച അന്വേഷണമാണ് എന്ന് അർത്ഥമില്ല. പറയുന്നത് അന്വേഷണം പെൻഡിംഗ് ആണല്ലോ. നാഷണൽ ഹെറാൾഡ് കേസ് പെൻഡിംഗ് അല്ലേ? ഈ രാജ്യത്ത് എത്രയോ കേസുകൾ പെൻഡിംഗ് ആണ്. കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പെൻഡിംഗ് അല്ലേ? എത്രയോ കാലങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പൊ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകുന്നത്, അതായത് ഒരു PMLA കേസിൽ ജാമ്യം ലഭിക്കാത്ത കേസാണ്, എന്നിട്ടും ജാമ്യം നൽകുന്നത് ഇതുകൊണ്ടാണ്. ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് 2022 വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു, തെളിവുണ്ടായിരുന്നെങ്കിൽ. അല്ല, അജിംസ് അത് തന്നെ വായിച്ചിട്ട് അങ്ങനെ തന്നെ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് പറയാനില്ല. ഇത് കേൾക്കുന്ന ആളുകൾക്കും ആ ഉത്തരവ് വായിക്കുന്ന ആളുകൾക്കും അതിന്റെ സാങ്കത്യം എന്താണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ആ കേസിൽ 2022 ശേഷം പെൻഡിംഗ് ഇരിക്കുന്ന കേസാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ അതിൽ തൽക്കാലത്തേക്കുള്ള ഇടക്കാല ജാമ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ കെജ്രിവാളിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. 1-ാം തീയതി കഴിഞ്ഞ 2-ാം തീയതി വീണ്ടും തിരിച്ചു ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് ഈ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കാണെങ്കിലും
ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോടതി അത് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അതിലെന്താ തെറ്റുള്ളത്? ജനാധിപത്യത്തിൽ അങ്ങനെ എന്തെല്ലാം നടക്കും? എത്ര കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ കേസുകൾ, ഇതൊരു അല്ല, കേസ് മാത്രമാണ്. ഇഡിയും കേന്ദ്ര സർക്കാരും കോടതിയിൽ വാദിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നുള്ളത് ഒരു മൗലിക അവകാശമോ ഭരണഘടനാപരമായ അവകാശമോ അല്ല എന്നാണ്. അതങ്ങനെ തന്നെയാണ്. അതിലെന്താ തെറ്റുള്ളത്? അത് ജാമ്യം കൊടുക്കരുതെന്നാണ് ജാമ്യം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അജിംസെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കേസിൽ ഇന്ററിം ബെയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ആള് ജയിച്ചു എന്നല്ല, ആളെ വിടുതൽ ചെയ്തു എന്നല്ലല്ലോ. കോടതി അപ്പോഴത്തെ ഒരു സാഹചര്യം പരിഗണിച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരു 21 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇന്ററിം ബെയിൽ തരുന്നു. ഇന്ററിം ബെയിൽ കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥകളും കോടതി അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? അതെന്താ വായിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ആ വ്യവസ്ഥകൾ കൃത്യമായ 6ഉം 7ഉം വ്യവസ്ഥകൾ പറയുന്നുണ്ടല്ലോ. അതിന്റെ 18ഉം 19ഉം പാരഗ്രാഫുകൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതിയല്ലോ. ആ ഉത്തരവിന്റെ കൃത്യമായിട്ട് എന്താണ് കേജ്രിവാളിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ കേസിന്റെ ഗൗരവം കാണാത്തത് കൊണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് കേസിനെ എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഉത്തരവിന് വളച്ചൊടിക്കുകയോ തിരിച്ചൊടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ ഒരു യാഥാർത്ഥ്യവും സാങ്കത്യവും കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് അതിന്റെ വഴിക്ക് തന്നെ പോയിക്കോട്ടെ. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ടോ അത് കേസ് പെൻഡിങ് നിൽക്കുന്നതാണ്, അത് ഇത്രയും കാലമായി വേറൊന്നും നടന്നില്ല എന്നുള്ളതൊന്നും ഒരു കേസിന്റെ അകത്തെ അതിന്റെ മെറിറ്റിനെയോ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ മെറിറ്റിനെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ തൽക്കാലത്തേക്ക് കോടതി കണ്ടുകൊണ്ട്, കോടതി വെറുതെ ജാമ്യം കൊടുത്ത ആളെ പുറത്തേക്ക് വിടലല്ലോ ചെയ്തത്. നിങ്ങൾക്ക് ഒരു 21 ദിവസത്തേക്ക് ജാമ്യം തന്നിട്ടുണ്ട്. 21ാമത്തെ ദിവസം നിങ്ങൾ തിരിച്ചു കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ജാമ്യം തന്നു എന്ന് അതിനർത്ഥം അർത്ഥമില്ലല്ലോ. 2ാം തീയതി നിങ്ങൾ വീണ്ടും തിരിച്ചു ചെല്ലണം. അതിനർത്ഥം എന്താണ്? അപ്പൊ കോടതി തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്തിരിക്കുന്ന, ജാമ്യം കൊടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്തിരിക്കുന്ന അതിന്റെ കാരണങ്ങൾ, ആ കാരണങ്ങൾ ഈ കേസിന്റെ ഒരു മെറിറ്റുമായി ബന്ധമില്ല. മെറിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുന്ന ഉപമുഖ്യമന്ത്രി ഉണ്ട്. ആ ഉപമുഖ്യമന്ത്രിയുമായി കേസിന്റെ മെറിറ്റുമായി ബന്ധമുണ്ടെന്നല്ല പറഞ്ഞത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ടൈമിംഗ്, അതാണ് കോടതിയുടെയും പ്രശ്നം. കോടതി അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ കേസുകളിലും ഓരോ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് അതിന്റെ സാഹചര്യത്തിനനുസരിച്ചും തെളിവുകൾ കിട്ടുന്ന സമയത്തും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ കൂടുതൽ നടക്കണമെന്നുള്ള കാര്യങ്ങളും പുറത്തു വരുമ്പോഴാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്റർവ്യൂ ബെയിൽ കൊടുത്തോ കോടതി? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് അകത്ത് കിടക്കുന്ന ആളുകളാണെങ്കിലും, അതിൽ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകളുണ്ടല്ലോ, ജാമ്യം കൊടുത്തോ കോടതി? ഇല്ലല്ലോ. അപ്പൊ ആ കേസിന് ഗൗരവമില്ല എന്നുള്ളതല്ല, ആ കേസിന് വളരെയേറെ ഗൗരവമുണ്ട്. പക്ഷേ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം കോടതി കൊടുക്കുന്നതിന് തെറ്റായി കാണേണ്ടതില്ല. അതിനെന്തിനാ തെറ്റായി കാണുന്നത്? അത് കോടതി എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അതിന്റെ വഴിക്ക് പോകും. അതിലൂടെ നടപടിയും കുറവും അക്കാര്യത്തിനകത്തില്ല. അന്വേഷണ ഏജൻസി നടക്കുന്ന അന്വേഷണം അതും അതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ്. അന്വേഷണ ഏജൻസി അവരുടെ കാര്യം പറഞ്ഞു, കോടതി അത് അംഗീകരിക്കാതെ കുറച്ച് ദിവസത്തേക്ക് ജാമ്യം കൊടുത്തു. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. ഒരു കാര്യം കാണേണ്ടതില്ല. പ്രൊഫസർ സാജു കണ്ണന്തറ, അതായത് ഒരു ജാമ്യം നൽകി, ഒരു ഇടക്കാല ജാമ്യം നൽകി എന്നുള്ളതുകൊണ്ട് ആ കേസിലെ മെറിറ്റോ അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത സമയത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളോ ഒന്നും പ്രസക്തമല്ലെന്നാണ് BJP വാദിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെയും ഒരു തെളിവും ഇഡിക്ക് ലഭ്യമായിട്ടില്ല. അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷവും ഈ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിലും ഒന്നും ഒരു തെളിവും ഇഡിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിന് സംശയം ചോദിച്ചത്. കാരണം എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹാജരാക്കാനുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ഒരു അവസരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറെ, 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ, ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുക്കാനായിട്ട് തയ്യാറാകുകയാണ്. നിയമപരമായിട്ട് ഇടക്കാല ജാമ്യം കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, ഞാൻ എടുത്തു പറയുന്നു ആരോപണങ്ങൾ, അത് പൂർണ്ണമായിട്ടും മാറ്റുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരോപണങ്ങളായിട്ട് തന്നെ നിന്നുകൊള്ളട്ടെ. പക്ഷേ ഒരു തെളിവുമില്ലാതെ ഇത്ര ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെല്ലാവർക്കും അറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരില്ല എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദിജി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷങ്ങളെ മൊത്തം അടിച്ചൊതുക്കുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്.
ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ഉണർവാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 300 സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ജൂൺ 4-ന് ശേഷം അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ തൻ്റെ ഭരണ മികവ് ഒന്നും തന്നെ പറയാൻ സാധിക്കാതെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികളുമായിട്ട് പ്രസ്താവനകളുമായിട്ട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ഈ അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കാരണം തൻ്റെ ഭരണ മികവ് ഒന്നും ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ചില ചാനലുകൾ ഈ ചർച്ചയിൽ പറയുകയുണ്ടായി. മറ്റ് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു. അവർ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചു. ഈ 10 വർഷം കൊണ്ട് NDA സഖ്യം BJP സഖ്യം നേടിയ ഒരേ ഒരു നേട്ടം എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നത് മാത്രമാണ്. രാമക്ഷേത്രം നിർമ്മിച്ചു, അതിനെ ആരും എതിർക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഒരിക്കലും ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ആയിരിക്കരുതായിരുന്നു രാമക്ഷേത്രം. പക്ഷേ ഇത് കോടതി ഇടപെട്ടു, അതിനനുകൂലമായിട്ട് വിധി വന്നു. അതിനെ ആം ആദ്മി പാർട്ടിയും സപ്പോർട്ട് ചെയ്യുകയാണൊക്കെ രാമക്ഷേത്രം അവിടെ പണിതു. അതുകൊണ്ട് തന്നെ പറയുന്നു ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമെല്ലാം രാമക്ഷേത്രത്തിൽ പോയി ആരാധിക്കുവാനൊക്കെ തയ്യാറായി. അതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷമായിട്ട് എടുത്തു പറയുവാനുള്ള നേട്ടം ഇത് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദയനീയമായ ഒരു അവസ്ഥയാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദിജി പ്രൊഫസർ സാജു കണ്ണന്തറ. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ഒരു ബ്രേക്ക്. അതിഥികളിലേക്ക് തിരികെ. ശ്രീ അനിൽ ബോസ്, ഈ 2019 ഇങ്ങനെയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഒന്ന് റഫാൽ അഴിമതി പോലുള്ള വലിയ അഴിമതികൾ മോദിക്കെതിരെ ഉയർത്തപ്പെട്ടിരുന്നു രാജ്യമെമ്പാടും. പക്ഷേ ഇതൊക്കെ വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സീറ്റുകളായി മാറുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധി. ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയാണ്, ഓക്കെ. പക്ഷേ ഇത്രയും മൈറ്റി ആയിട്ടുള്ള, ഇത്രയും സമ്പത്തും ആൾബലവും മറ്റ് സാങ്കേതിക വിദ്യയും എല്ലാമുള്ള BJPയെയാണ് ഇന്ത്യ മുന്നണി എതിർക്കുന്നത്. അവിടെ ഇത്രയും ആത്മവിശ്വാസം ആവശ്യമുണ്ടോ? ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത താങ്കൾ മറന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പുൽവാമയായിരുന്നു, ബാലാക്കോട്ടായിരുന്നു. രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കാൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ച് വ്യാജമായിട്ടാണെങ്കിലും ആസൂത്രിതമായി കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പിന്നീട് രാജ്യത്തിനാകമാനം ബോധ്യപ്പെട്ട ഒരു ആസൂത്രിത നീക്കം. ആ നീക്കമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അന്ന് പെട്ടെന്നുണ്ടാകുന്നൊരു വൈകാരികതയുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച്, സുസ്ഥിരതയെ സംബന്ധിച്ച് നമുക്കെല്ലാം ഉണ്ടാകുന്നൊരു ദേശീയ ബോധമുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിലൊക്കെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സമൂഹം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാൻ സൈനികരെയൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്റ്റേറ്റാണ്. 25-ൽ BJP കിട്ടിയെന്നേ. മധ്യപ്രദേശിൽ 29-ൽ 28 കിട്ടി. അപ്പോൾ അതൊരു മറ്റൊരു ട്രെൻഡായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 7 സീറ്റും BJPക്ക് കിട്ടുമ്പോൾ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുകയായിരുന്നു. BJPയുമായി ത്രികോണ മത്സരമായിരുന്നു. സ്വാഭാവികമായും BJPക്കെതിരെ ഇന്നത്തെ യോജിപ്പൊന്നുണ്ടായിരുന്നില്ല. ഹരിയാനയിലും അതുതന്നെയായിരുന്നു സ്ഥിതി, പഞ്ചാബിൽ അതായിരുന്നു സ്ഥിതി. എവിടെയാണ് അങ്ങനെ അല്ലാത്തത്? ഇങ്ങനൊരു മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്? മാത്രമല്ല അന്ന് ഉയർത്തിയ വലിയ വൈകാരികതയല്ലേ പുൽവാമ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യത്തിൻ്റെ കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പ് ഗോദായിൽ പ്രചരണം നടത്തിയ ഒരു വശത്ത്, ഇന്ന് പല വട്ടം ആവർത്തിച്ചിട്ടും ഏൽക്കാത്ത രാമക്ഷേത്രം അന്ന് വാർത്തയായിരുന്നു, അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ കിട്ടിയ മേൽക്കൈ. കേരളത്തിൽ നമുക്കന്ന് ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നേ. നമുക്കിപ്പോൾ മീഡിയ വണ്ണിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴോ കേരളത്തിൽ ഇരിക്കുമ്പോഴോ അന്നത്തെ ശബരിമല വിഷയം, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ മത്സരം, പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ, അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങളുടെ സാങ്കത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ കേരളത്തിൽ അതൊരു ട്രെൻഡായിരുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു മുന്നണി സംവിധാനമില്ലായിരുന്നു, ഒരു ഏകീകൃത രൂപമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ചിന്നിച്ചിതറി പല ബക്കറ്റുകളിലായി വീണ വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ രൂപത്തിലേക്ക്, ഇന്ത്യ സഖ്യത്തിലേക്ക് കോൺഗ്രസും മറ്റ് കക്ഷികളും വന്നത്. യോജിക്കാൻ കഴിയാത്ത എത്രയോ പാർട്ടികൾ യോജിച്ചു. എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ എവിടെങ്കിലും കേൾക്കുന്നുണ്ടോ?
ഏതെങ്കിലും ഒരു സ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് വരുന്നതിനെ സംബന്ധിച്ചോ ഒരു മാനിഫെസ്റ്റോയെ സംബന്ധിച്ചോ എവിടെങ്കിലും ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളിൽ എവിടെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ല. ആ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? രാജ്യം അത്ര അപകടത്തിലാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ജനങ്ങളുടെ മനസ്സിലെ അവരുടെ പ്രതിധ്വനികൾ ഈ രാജ്യത്ത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വിവേകപൂർവ്വം പെരുമാറിയില്ല എങ്കിൽ നമ്മുടെ പാർട്ടി ഇല്ലാതാകുക എന്നുള്ളതല്ല, ഈ രാജ്യം ഇല്ലാതാകുമെന്ന തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ മുദ്രാവാക്യത്തിൽ നിൽക്കുന്ന BJP സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, പ്രധാനമന്ത്രിയെ പുറത്താക്കണം എന്ന കൃത്യമായ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ വേറൊന്നില്ലാന്നേ. അപ്പം അത്തരമൊരു സാഹചര്യം ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, മഹാരാഷ്ട്ര നമ്മളെടുത്തോ 48 സീറ്റുണ്ട്. ആ 48 സീറ്റുള്ള സ്ഥലത്ത് NCP വേറെ മത്സരിച്ചു, കോൺഗ്രസ് വേറെ മത്സരിച്ചു, ശിവസേന ഇവരോടൊപ്പമായിരുന്നില്ലേ? അല്ലേ? അതല്ലായിരുന്നു സ്ഥിതി. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും എടുക്ക്, ഓരോ സ്റ്റേറ്റിലെയും ചിന്നിച്ചെറിയ രീതിയിലാണ്. UP തന്നെ എടുത്തു. UPയിൽ ഇങ്ങനെ ഒരു മുന്നണി സംവിധാനമായിരുന്നു, കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ചിന്നിച്ചിതറി മത്സരിച്ചപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്, BJPയുടെ സഖ്യകക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസും മറ്റു പാർട്ടികളും നീങ്ങിയത്. അതിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ഒരുമ, ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ഞങ്ങളുടെ മാനിഫെസ്റ്റോ, ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന രാഷ്ട്രീയം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, കുടുംബപരമായി നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയേണ്ടുന്ന സാഹചര്യങ്ങൾ, മണിപ്പൂർ സംഭവം പോലെയുള്ള വംശീയ വെറിയുടെ ഉദാഹരണങ്ങൾ, പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങൾ, കർഷക സമരം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു പിടിയല്ല 1000 കഥകൾ ഈ ഗവൺമെന്റിനെതിരെ പറയാനുണ്ട്. അത് ഞങ്ങൾ ചർച്ചയാക്കി. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് നിന്നു. അത് ജനങ്ങൾക്കത് മനസ്സിലായി ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ കാശ്മീരിൽ ചെറിയൊരു അപകടം നടന്നപ്പോൾ പൊതുസമൂഹത്തിന്റെ പ്രതികരണം എന്താ? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ സർക്കാർ സ്പോൺസേഡ് ആക്രമണമാണോ എന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുറമേ വന്നു ആ ചോദ്യം. മനസ്സിലായില്ലേ? പ്രശാന്ത് ഭൂഷന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേണ്ടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇപ്പോൾ നിർമ്മിച്ച അയോധ്യ തകർക്കാനും മടിക്കില്ല എന്ന് പ്രശാന്ത് ഭൂഷൺ പ്രസംഗിക്കുന്നത് അജിംസ് കേട്ടില്ലേ? ഈ രാജ്യം കേട്ടില്ലേ? അതിനൊന്നും മടിക്കില്ല എന്നേ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും ആസൂത്രണം ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ന് ഇന്നലെ വരെ അറിയാത്ത ജനങ്ങൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് BJPയോടൊപ്പം യാത്ര ചെയ്ത ആളുകൾ യുപിയെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാം, BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥായിയായി BJPയെ വളരെ വൈകാരികതയോടുകൂടി കണ്ടിരുന്ന ആളുകളടക്കം ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ചത്. 50 സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞില്ല. അപ്പൊ 50 കിട്ടണമെന്നില്ല, 50 കിട്ടണമെന്നില്ലെന്നേ. പക്ഷെ 50 നേടുമെന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം ജനങ്ങളുടെ പൾസാണ്, ശരി, ജനങ്ങളുടെ പ്രതികരണമാണ്. ഓരോ സ്റ്റേറ്റിലെയും നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഓരോ സ്റ്റേറ്റിലെയും നോക്കിക്കോന്നേ. അതുകൊണ്ട് വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അജിംസ, ഞാൻ ചുരുക്കാം വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് ജനങ്ങളുടെ മുൻപിൽ വെക്കാൻ കഴിയുന്ന നല്ലൊരു മുദ്രാവാക്യമില്ല. ജനങ്ങളുടെ മുൻപിൽ ഇവർ 10 വർഷം ഭരിച്ചിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു നേട്ടം എടുത്തു പറയാൻ പറഞ്ഞാൽ ആ ഒരു നേട്ടം ഒന്നായി പറയാൻ അവർക്കില്ല, ഒന്നുമില്ല. സാധാരണ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയാനില്ല ഇവർക്ക്. അപ്പൊ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ ചർച്ചയായപ്പോൾ തന്നെ ഇവർ പതറി. ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ നോക്കിക്കോളൂ, ഇനി എത്രയോ തീവ്രമായി ജനങ്ങളെ വിഘടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് ഇവിടെ കടന്നു വരും. കാരണം മധ്യപ്രദേശും രാജസ്ഥാനിലും ഒക്കെ ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന എന്തെല്ലാം ആസൂത്രണം ചെയ്യാവോ വ്യാജ സ്ഫോടനങ്ങൾ അടക്കം ഇവർ സൃഷ്ടിച്ചെന്ന് വരാം. പക്ഷെ അത് ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പലതും ഫാബ്രിക്കേറ്റഡ് ആയി സൃഷ്ടിക്കും, പക്ഷെ അത് കാണണം, ജാഗ്രതയോടെ കരുതണം, മുന്നോട്ട് പോകണം. ഇന്ത്യ സഖ്യം 100% ബോധ്യത്തോടു കൂടി ഞാൻ പറയും. പിന്നെ ഒരു മറുപടി പറയേണ്ടതുണ്ട് കൃഷ്ണദാസിന്, BJPയുടെ പ്രതിനിധിക്ക്. അദ്ദേഹം പറഞ്ഞു വെറുതെ അങ്ങോട്ട് ചെന്നു, അതുകൊണ്ട് കോടതിക്ക് ഒരു സൗമനസ്യം തോന്നി, 21 ദിവസത്തെ കാര്യമല്ലേ, പോയിട്ട് താങ്കൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനല്ല, നമ്മളൊരു ഡിബേറ്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല ആ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. കൃത്യമായി അന്വേഷണ ഏജൻസിയുടെ നടപടികളെ കോടതി ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് ചോദ്യം ചെയ്തു? 2002 എടുത്ത കേസിൽ ഇത്രയും കാലവിളംബം ഉണ്ടാക്കിയത് എന്തുകൊണ്ട്? കൃത്യമായ തെളിവില്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട്? ആ അറസ്റ്റിനെ ചലഞ്ച് ചെയ്ത് കോടതി വരുമ്പോൾ ആ അറസ്റ്റിനെ ചലഞ്ച് ചെയ്ത കേസ് ഈ ജൂൺ 2 തിരിച്ചു ചെല്ലണമെന്ന് പറയുമ്പോൾ ആ ജൂൺ 2 തിരിച്ചു ചെല്ലുന്നതിന് മുമ്പ് കോടതി അറസ്റ്റ് ചെയ്ത നടപടി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദം കേൾക്കാനിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ വാദത്തിൽ അന്ന് തോന്നുകയാണ് ഈ അറസ്റ്റ് വ്യാജമാണ്, അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നി കോടതി തീരുമാനമെടുത്താൽ ജൂൺ 2 അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ട് പോകേണ്ടതില്ല. അതുകൂടെ മനസ്സിലാക്കൂ.
അപ്പൊ ഈ 2 വർഷം ഇവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അറ്റോർണി ജനറൽ ഇവരെല്ലാം അതിശക്തമായി ഗവൺമെന്റിന് വേണ്ടി വാദിച്ചല്ലോ. പ്രോസിക്യൂഷൻ ഭാഗം അതിശക്തമായി വാദിച്ചില്ലേ? അവർ വാദിച്ചെന്താ? അരവിന്ദ് കെജ്രിവാളിനെ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. ഉപാധികൾ ഒരുപാട് വെച്ചു. എല്ലാ ഉപാധികളെയും അതിജീവിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞെങ്കിൽ ആ കോടതിയുടെ വിശാലമായ വീക്ഷണം, അതിനെ നമുക്ക് അഭിനന്ദിക്കാതെ കഴിയില്ല. ശരി, കോടതിക്ക് ബോധ്യപ്പെട്ടെന്നേ ഈ 2 വർഷം ഒറ്റൊരു കേസിലും പ്രതിയല്ലാത്ത അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് 21 ദിവസം അകത്ത്, ഇപ്പൊ 50 ദിവസം കിടക്കുക. ആ 21 ദിവസം കൂടി അകത്ത് കിടന്നാൽ മാത്രമേ ഇവരുടെ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് കോടതി തീരുമാനിച്ചെങ്കിൽ അത് രാജ്യത്തിന് നൽകുന്ന നല്ലൊരു വെള്ളിവെളിച്ചമാണ്. ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള ശുഭോദർക്കമായ ഒരു പ്രകാശമായിട്ടാണ് കോടതിയുടെ നടപടികളെ കാണുന്നത്. അതുകൊണ്ട് ഡൽഹിയിലെ 6ാം ഘട്ടത്തിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പഞ്ചാബിലും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. അതിനപ്പുറം അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഏത് സംസ്ഥാനത്താണുള്ളത്? അല്ല, അത് അരവിന്ദ് കെജ്രിവാൾ ഏതൊക്കെ സംസ്ഥാനത്ത് പോയി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ നടത്തും. ഇപ്പോൾ ഗുജറാത്തിൽ അദ്ദേഹം പോകുമായിരിക്കും. കാരണം അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് 2 സീറ്റുകൾ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്. ആസാമിൽ ആം ആദ്മി പാർട്ടി 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസിനെതിരെയും ആണ് മത്സരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത്. പിന്നീട് പഞ്ചാബിലാണെങ്കിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേർക്ക് നേരെയാണ്. അവിടെ 2 വലിയ പാർട്ടികൾ അവർ തന്നെയാണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടികൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഗുജറാത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഗുജറാത്തിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യ മുന്നണി കൂടിയിരുന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഹരിയാന, പഞ്ചാബ്, ദില്ലി. പഞ്ചാബിലെ ഏറ്റവും അവസാന ഘട്ടം 7ാം ഘട്ടത്തിലാണ്, ജൂൺ 1-നാണ് നടക്കുന്നത്. മറ്റേ ഹരിയാനയിലും ദില്ലിയിലും 25-ാം തീയതിയാണ്, മെയ് 25-ാം തീയതി 6ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ 2-3 സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്കും കിട്ടാവുന്ന പരമാവധി, അല്ലെങ്കിൽ ഹരിയാനയിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം അഗർവാൾ സമാജ് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഹരിയാനയിൽ കുറേ അഗർവാൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തെ ഉപയോഗിക്കാവുന്നതാണ്. കോൺഗ്രസ്സാണ് അവിടെ 9 സീറ്റുകളിൽ മത്സരിക്കുന്നത്. 1 സീറ്റിൽ മാത്രമാണ് അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും അരവിന്ദ് കെജ്രിവാൾ പോയി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുമോ? ഇത് ഇന്ത്യ മുന്നണി കൂടി ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ നടത്തിയാൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം കുറച്ചുകൂടി ഫലപ്രദമായി പലപ്പോഴും ഈ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതിൽ കുറച്ചുകൂടി ഫലപ്രദമായി അദ്ദേഹത്തിന് കഴിയാറുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം വാരണാസിയിൽ പോയി 2014 തന്നെ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് വരാൻ പറ്റി. അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും BSP ഒക്കെ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും അദ്ദേഹമാണ് 2ാം സ്ഥാനത്ത് അന്ന് വന്നത്. അപ്പോൾ ആ ഒരു കഴിവ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഈ നരേന്ദ്രമോദി പലപ്പോഴും വളരെ ഈ എന്താ പറയുന്നത്, മതചിഹ്നങ്ങളെ കൂട്ടുപിടിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പരാമർശങ്ങൾക്കൊക്കെ ഇപ്പോൾ രാമൻ ജയ് ശ്രീരാം പറയുമ്പോൾ തിരിച്ച് ജയ് ബജറംഗ് ബലി പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ സമീപനം, അത് ഉത്തരേന്ത്യയിലേക്കുള്ള ഈ ഒരു സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറയുന്ന, ഇപ്പോൾ സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉള്ള ഒരു ടെർമിനോളജി അല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ഇവിടെ ഈ DMKയുടെ ദ്രവീഡിയൻ മൂവ്മെന്റ് സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ട് പറയുമ്പോൾ അതല്ല ഉത്തരേന്ത്യയിൽ സനാതനധർമ്മം എന്ന് വെച്ചാൽ. ഉത്തരേന്ത്യയിൽ സനാതനധർമ്മം എന്ന് വെച്ചാൽ അത് മിലിറ്റന്റ് അല്ലാത്ത ആര്യ സമാജത്തിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസിൽ അവിടെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു വളരെ വിശാലമായ ഹിന്ദു കാഴ്ചപ്പാടിനെയാണ് അവിടെ സനാതനധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഒക്കെയുള്ള ഈ ഒരു മതചിഹ്നങ്ങളെയൊക്കെ ഉപയോഗിച്ച് അതുപോലെയുള്ള വോട്ടർമാരെ BJPക്ക് പലപ്പോഴും വേറെ ഓപ്ഷനില്ലാത്തത് കൊണ്ട് വോട്ട് കുത്തുന്ന ആൾക്കാരെയൊക്കെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു നേതാവിനുണ്ട്. അത് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഈ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ട്
എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട കാര്യങ്ങളാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോവും. അദാനിയും അംബാനിയും എന്തുകൊണ്ട് ചീത്ത വിളിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്ന വിധം എന്താണ് പറയാ, ഒരുതരം നിലതെറ്റിയ അവസ്ഥയിലെത്തിയോ മോദിയും BJP-യും? ജിംസെ, അങ്ങയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആ തരത്തിൽ ആലോചിക്കാം. ഇപ്പൊ കോൺഗ്രസ്സുകാര് എന്താ പറയുന്നത്, ഈ രാജ്യത്ത് BJP ഒരു വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജാതി പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ രാമക്ഷേത്രം പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തുന്നു. രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ BJP ഉണ്ടാക്കുന്നു. യാതൊരു വികസനവും BJP-യുടെ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അജിംസെ, നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ ഇരുന്നു കൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് കൂടി. ഈ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള വികസനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലാതെ ഏതാണ് നടന്നിട്ടുള്ളത്? നമ്മളൊന്ന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ആളുകൾ വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ അവിടെ കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ BJP ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ വക്താവ് സൂചിപ്പിക്കുന്നത്, പുൽവാമ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം പറയുക, എത്രയോ നികൃഷ്ടമായിട്ടാണ്, മ്ലേച്ഛമായിട്ടാണ് അദ്ദേഹം സൈനികരുടെ പ്രവർത്തനത്തെക്കുറിച്ചും സൈനികരുടെ നടപടികളെക്കുറിച്ചും അദ്ദേഹം പറയാൻ വേണ്ടി തയ്യാറായത്. ഞാൻ അദ്ദേഹത്തെ പാകിസ്ഥാൻ ചൈനയുമായി നടന്ന യുദ്ധകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നില്ല. അതെല്ലാം കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തിൽ നടത്തിയത് നിങ്ങൾ ഈ തരത്തിൽ സർക്കാരുകൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ? പഞ്ചാബിൽ നിരന്തരമായി ഭീകരവാദ സംഘടനകളുമായി കൂട്ടുകൂടിയിരുന്നതും അവർക്ക് വളം വെച്ചു കൊടുത്തതും അതാത് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ വേണ്ടിയായിരുന്നു. ഏതാണ്ട് 70 വർഷത്തിലധിക കാലം കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, അവിടെ ഭീകരവാദ ആക്രമണങ്ങൾക്ക് നിരന്തരമായി ഇന്ത്യ നടത്തിയിട്ടുള്ള 2 പാകിസ്ഥാൻ യുദ്ധങ്ങളിലും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് കൃഷ്ണദാസ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ മോദിയുടെ കാലത്ത് 20 ഇന്ത്യൻ പട്ടാളക്കാരെ ചൈന കൊന്നു. ചൈനയുടെ ആക്രമണത്തിൽ 20 ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചിട്ട് ഒരു യുദ്ധവും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ആ ഭൂമി ഇപ്പോഴും ഗാൽവാൻ താഴ്വരയിൽ ഇപ്പോഴും ചൈനയുടെ സാന്നിധ്യമുണ്ട്. കൃഷ്ണദാസ്, നിങ്ങൾ സൈന്യത്തെ നിങ്ങൾ അവഹേളിക്കരുത്. കൃഷ്ണദാസ്, ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ അവഹേളിക്കരുത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് മോദിയുടെ കാലത്ത്. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നിട്ടും ഒന്നും നടന്നിട്ടില്ല. ഗവർണറായിട്ടിരുന്ന BJP-യുടെ നേതാവായി, അല്ലല്ല BJP-യുടെ നേതാവായ സത്യപാൽ മാലിക് എന്ന് പറയുന്ന 3 അദ്ദേഹം പറയട്ടെ, ഈ കാര്യം സൈനികരെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്റെ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് വേണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാമല്ലോ. കൃഷ്ണദാസ് പറഞ്ഞോട്ടെ, ഞാൻ പറയാത്ത കാര്യം പറയണ്ട. ശരി, അനിൽ ബോസ് കാര്യം പറഞ്ഞാൽ എനിക്ക് അതിൽ ഇടപെടേണ്ടി വരും. നിങ്ങൾ എനിക്ക് സമയം തരാതെ കോൺഗ്രസിന് കൊടുത്ത സമയം കൂടി അത് വീണ്ടും എടുത്ത് കോൺഗ്രസിന് കൊടുക്കാനാണെങ്കിൽ ചർച്ചയ്ക്ക് യാതൊരു താല്പര്യമില്ല. അല്ല, കൃഷ്ണദാസ് പറയൂ പ്ലീസ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. കോൺഗ്രസുകാരുടെ കാലഘട്ടം അജിംസ് പറഞ്ഞതടക്കം ഞാൻ പറയുകയാണ്. കോൺഗ്രസുകാരുടെ ഭരണകാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടത്തുന്ന യുദ്ധങ്ങൾ അതിനു വേണ്ടിയിട്ടായിരുന്നോ? ബംഗാളിലും കാശ്മീരിലും പഞ്ചാബിലും എല്ലാം നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങളും അതുപോലെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരുന്നല്ലേ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ആരോപിച്ചോ? ഇല്ലല്ലോ. പിന്നെ അങ്ങ് സൂചിപ്പിച്ചത് പുൽവാമ ആക്രമണം അല്ലാതെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അത് തന്നെയാണ് ഞാൻ ഇടപെടുക. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഇന്ത്യ ഗവൺമെന്റ് ഗവർണറാക്കിയ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് യുദ്ധങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായ ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? വേണ്ടി ആസൂത്രണം ചെയ്തതാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. എന്താ ചെയ്തോ? ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസിന്റെ സ്വന്തം സഹചാരിയായിരുന്നല്ലോ, നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? നിങ്ങളാണ് അദ്ദേഹത്തെ ഗവർണറാക്കിയത്, കോൺഗ്രസ് അല്ല. നിങ്ങളാ ഗവർണറാക്കിയത്. അദ്ദേഹം ഗവർണറായിരുന്നപ്പോഴാണ് സംഭവം നടക്കുന്നത്. ഗവർണറാക്കിയത് നിങ്ങളല്ലേ? ഞാനില്ല നിങ്ങളോടൊപ്പം സംസാരിക്കാൻ. അറിയോ, നിങ്ങൾക്ക് എന്നെ പറയാൻ അനുവദിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എന്റെ വായിലൂടെ വരുത്തുക എന്നുള്ളതാണ്. പൂർത്തിയാക്കൂ പ്ലീസ്. വേണ്ട, അജിംസ് തന്നെ പറഞ്ഞോ. ശരി, എനിക്ക് പറയാനില്ല. ശരി.
എന്തായാലും ജൂൺ 4 തീയതി അറിയാതിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതിപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിലും കാര്യമില്ല. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ അനിൽ ബോസ്, ശ്രീ സാജു കണ്ണന്തറ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.